എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവരുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആകെ 24 അധ്യായങ്ങളാണുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഒന്നാം അധ്യായത്തിൽ 80 വചനങ്ങളാണുള്ളത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം രക്ഷകൻ്റെ ജനനത്തിനുള്ള ഒരുക്കങ്ങളെയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ തുടക്കത്തെയും കുറിച്ചാണ് പ്രധാനമായും നമ്മോട് പറയുന്നത്. ഈ അധ്യായത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാവരും തയ്യാറാണല്ലോ? ആദ്യമായി നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ ജനന വാർത്തയെക്കുറിച്ചാണ്. മൂന്നാമതായി നമ്മൾ കാണുന്നത് ഗബ്രിയേൽ ദൂതൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മറിയത്തെ അറിയിക്കുന്നതാണ്. നാലാമതായി മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. അഞ്ചാമതായി യോഹന്നാൻ സ്നാപകൻ്റെ ജനനം. ആറാമതായി അവസാനവുമായി നമ്മൾ കാണുന്നത് സക്കറിയാവിൻ്റെ പ്രവചന ഗാനത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം. 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്നൊരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുക കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ആരാണ് തെയോഫിലോസ്? തെയോഫിലോസ് എന്ന വ്യക്തി റോമൻ ഭരണകൂടത്തിൽ ഒരു ഉന്നത സ്ഥാനക്കാരനായ ക്രിസ്തീയ വിശ്വാസി ക്രിസ്തു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വത്തിൽ താല്പര്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാം. അതാണ് മഹാനായ തെയോഫിലോസെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 1:1 ഈ വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്തായിരിക്കും ഈ ചരിത്രമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും സംബന്ധിച്ച ചരിത്രരേഖയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം, ശുശ്രൂഷ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ ക്രൂശുമരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിത്രയുമാണ് വിശുദ്ധ ലൂക്കോസ് പറയാൻ ആഗ്രഹിക്കുന്ന ആ ചരിത്രം. ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ പൂർണ്ണമായി പ്രമാണിച്ച് സത്യമായി ഉറപ്പിച്ച് വിശ്വസിക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് യോഹന്നാൻ്റെ ജനനവാർത്തയെക്കുറിച്ചാണ്. 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കറിയാവ് എന്നു പേരുള്ളൊരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നതുകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞ് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കറിയാവ് എന്ന് പേരുള്ളൊരു പുരോഹിതനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹെരോദ രാജാവിൻ്റെ ഭരണകാലം ക്രിസ്തുവിന് മുൻപ് ഏകദേശം 37 മുതൽ BC 4 വരെ ആയിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. ഹെരോദാവ് മരിച്ചത് ഏകദേശം BC 4 സക്കറിയാവ് അബിയാക്കൂറിലെ പുരോഹിതനായിരുന്നു. ഭാര്യ എലിസബത്ത്. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫ് എഴുതിയ രേഖകളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാ രേഖകളും വ്യക്തമാക്കിക്കൊണ്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയത്. അതുകൊണ്ട് തന്നെ ലൂക്കോസിനെ ഒരു ചരിത്ര ലേഖകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ലൂക്കോസിനെ ഒരു ചരിത്രകാരൻ എന്ന് വിളിച്ചതെന്ന്? സക്കറിയ പുരോഹിതൻ ലേവി ഗോത്രജനും അഹരോൻ്റെ വംശത്തിൽപ്പെട്ടവനും അബിയാക്കൂർ പുരോഹിതനുമായിരുന്നു. നിങ്ങൾക്കൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. എന്താണ് അബിയാക്കൂർ എന്നതല്ലേ? പറയാം, കേട്ടോളൂ. ദാവീദ് രാജാവ് പുരോഹിതന്മാരെ 24 കൂറുകളായി വിഭജിച്ചു. 1 ദിനവൃത്താന്തം 24 ഈ കൂറുകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കണം. അവയിൽ 8ാമത്തെ കൂറാണ് അബിയാക്കൂർ. ഈ അബിയാക്കൂറിലെ അബിയാക്കൂറിൽപ്പെട്ട പുരോഹിതനായിരുന്നു സക്കറിയാവ്. 10 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നോക്കാം. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി.
സക്കറിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പനമ്മമാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തെന്നാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായികൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനിയായിരിക്കും എന്നുത്തരം പറഞ്ഞു. ജനം സക്കറിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കൃപ കാണിക്കുന്നവൻ അല്ലെങ്കിൽ യഹോവ കൃപാവാനാണ് എന്നൊക്കെയാണ്. പുരാതന യഹൂദ ചരിത്രമനുസരിച്ച് തലവന്മാരും അപ്പന്മാരും ജനങ്ങളുടെ നിയന്ത്രണത്തിൽ നിർണായക സ്ഥാനം പുലർത്തുന്നവരായിരുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ വരവോടെ അവരുടെ മനസ്സുകൾ മാറ്റപ്പെട്ടു. അവരുടെ മനസ്സുകളും ജനങ്ങളുടെ മനസ്സും ദൈവത്തിന് വഴിയൊരുക്കുന്നതിന് കാരണമായി. ജനങ്ങളെ കർത്താവിൻ്റെ വഴി കണ്ടെത്താൻ യോഹന്നാൻ തയ്യാറാക്കിയെടുത്തു. അതിന് കഴിയുമെണ്ണം ദൈവം യോഹന്നാൻ ആരെയും ഭയക്കാത്ത ഏലിയാവിൻ്റെ ദൈവാത്മിക ശക്തി കൊടുത്തു. യോഹന്നാൻ ദൈവദൂതൻ്റെ മാതൃകയിൽ പ്രവർത്തിച്ചു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വരവിന് പാത നിരപ്പാക്കി ജനങ്ങളെ സജ്ജരാക്കി വിശ്വാസത്തിൽ ഉറപ്പിച്ചു എന്നതാണ്. നോക്കുക, ദൈവദൂതൻ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ദൂതൻ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവം അയക്കുന്ന ദൂതൻ സ്വയം മേൽവിലാസമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവൻ സ്വയം പരിചയപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. എന്നാൽ തമാശ എന്തെന്നാൽ ഒരു പ്രത്യേക മതം ഇങ്ങനെയൊരു ദൂതനെക്കുറിച്ച് പറയുന്നു. പക്ഷേ ആ ദൂതൻ താൻ ആരാണെന്ന് ഇന്ന് വരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സങ്കടം. ഇവിടെ നിങ്ങൾ വായിച്ചോ, ദൂതൻ പറയുന്നു യോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന്. അതായത് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം ഭൂമിയിൽ നിന്നല്ല സ്വർഗത്തിൽ നിന്നായിരുന്നു എന്ന് വ്യക്തമാണ്. വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നായി എങ്കിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്നാനം എങ്ങനെ ഒരു മനുഷ്യനാൽ സാധ്യമാവും? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു സ്നാനപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് കർത്താവ് തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിലൂടെ അഹരോന്യ പൗരോഹിത്യത്തെ മാറ്റുകയായിരുന്നു ചെയ്തത് എന്നിപ്പോൾ മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.